ഹലോ, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ നമ്മൾ ദിലീപേട്ടൻ്റെ ദേവൂട്ടിലേക്ക് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു ഫുൾ ഡേ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അധികം താമസിയാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ചിന്നുവിനെ കാണിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഞാനും ചിന്നും പാറും കൂടിയാണ് പോകുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മളൊരു ബാല്യകാല സുഹൃത്തുക്കളാണ് കേട്ടോ. അപ്പൊ ഇപ്പോഴും ആ ഒരു സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ദേ നമ്മൾ ബസ്സിൽ നേരെ പറൂർക്കാണ് പോകുന്നത്. പറൂര് വെച്ചിട്ടാണ് കേട്ടോ പാറു കയറുന്നത്. പാറുവിന്റെ വീട് അവിടെ ഏഴിക്കര എന്നുള്ളൊരു ഭാഗത്താണ്. അപ്പൊ ദേ പാറു രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് കേട്ടോ. ആള് തിരുപ്പതിയിലൊക്കെ പോയിട്ട് മുടിയൊക്കെ ഇങ്ങനെ നേർച്ചയൊക്കെ കൊടുത്തപ്പോ മുടിയൊക്കെ വളർന്നു വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഒരു നല്ലൊരു ക്യൂട്ട് ലുക്കില്ലേ പാറുവിനെ കാണാനായിട്ട്. അങ്ങനെ അവള് വന്നപ്പോൾ എന്തോ ഒരു തേനിലാവ് കൂട്ടത്തൊരു മിഠായിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തിന്നിട്ട് നമ്മൾ നേരെ എടപ്പള്ളി ബസ്സിൽ കയറിയിട്ട് പോവാണ് കേട്ടോ. ലിമിറ്റഡ് ഒന്നല്ല, നമ്മൾ പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്നാണ് സാധാരണ ഒരു ബസ്സാണ് കേട്ടോ കയറിയത്. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ എടപ്പള്ളിയിൽ ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ല വെയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ദേപുട്ടിലോട്ട് നടക്കാണ്. അപ്പൊ അവരോട് ചോദിച്ചു കുറച്ച് നടക്കാനുള്ളൂ, ഓട്ടോറിക്ഷ വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നാളായി ഇത് തുടങ്ങുമ്പോൾ മുതൽ എനിക്കിവിടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനാണ് കേട്ടോ ഈ ഒരു പ്ലേസ് പറഞ്ഞത്. നമ്മൾ ലുലു മോളിൽ പോവാന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ വിചാരിച്ച ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇവിടെ വരാന്ന്. അപ്പോൾ എപ്പോൾ വരുമ്പോൾ ഇവിടെ ഒരു സെലിബ്രിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സെലിബ്രിറ്റിനെ പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇതിന്റെ ഉള്ളിലേക്ക് കയറിയത്. പക്ഷെ നമുക്ക് സെലിബ്രിറ്റീസിനെ ഒന്നും കാണാൻ പറ്റില്ല. അതൊരു നിരാശയായി പോയിട്ടോ സത്യം പറഞ്ഞ. അപ്പൊ അവരുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് എന്റെ വീഡിയോയിലൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കയറിയത്. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. സെലിബ്രിറ്റീസ് ആരും ഉണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വരുമ്പോ തന്നെ നമുക്കൊരു കട്ടൻ ചായ തരും. ഇങ്ങനെ ഹോൾ സ്പൈസസും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കട്ടൻ ചായയാണ്. ഗ്രാമ്പൂ, പട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു കട്ടൻ ചായയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു മെനു കാർഡ് നോക്കുന്നത് വെറും പട്ടിഷോ ആണ്. കാരണം നമ്മുടെ മനസ്സിൽ ഏഴ് സുന്ദര രാത്രികൾ എന്ന് പറഞ്ഞൊരു പുട്ട് മേടിക്കാന്നാണ്. അപ്പൊ ആ ഒരു സംഭവം തപ്പണം. അല്ലാണ്ട് നമ്മുടെ കണ്ണിൽ വേറെ ഒരു സംഭവം പെടുന്നില്ല. ഈ ഏഴ് സുന്ദര രാത്രികൾ എന്ന് പറഞ്ഞ പുട്ട് ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മ മേടിക്കാം. പിന്നെ വേറെ എന്തെങ്കിലും മേടിക്കാം എന്നുള്ള ഒരു ലെവലിലായിരുന്നു കേട്ടോ. അപ്പൊ വെയിറ്റർ വന്നപ്പോൾ നമ്മുടെ ഏഴ് സുന്ദര രാത്രികൾ എന്നും പറഞ്ഞു. പിന്നെ ആളോട് ചോദിച്ചു വേറെ എന്തിട്ടാണ് ഇവിടെ സ്പെഷ്യൽ ഉള്ളത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട്. അപ്പൊ അന്ന് അത് മേടിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിക്കൻ ബിരിയാണിയും ആ ഒരു പുട്ടുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. 3 ലൈം ജ്യൂസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും മിന്റ് ലൈമും ഞാനൊരു സാധാ ലൈമും ആണ് ഓർഡർ ചെയ്തത്. അപ്പൊ ബിരിയാണി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഏഴ് സുന്ദര രാത്രികൾ. ചിക്കനും ബീഫും പ്രോൺസും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ഇതാണ്. ചിക്കൻ ബിരിയാണി നമ്മൾ പ്രതീക്ഷിച്ച പോലെ വലിയ രസം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ ഇവിടെ കിട്ടുന്ന അത്രയും പോലും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ ഈ ജാതിപത്രി സംഭവമൊക്കെ കൂടുതൽ ഇട്ടിട്ട് നമുക്ക് എന്തോ മട്ടണ പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ പുട്ട് രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് തിന്നണ വീഡിയോ എടുക്കാൻ തന്നെ മറന്നുപോയി. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇച്ചിരി റേറ്റ് കൂടുതലാണെങ്കിലും എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ്സ് ആണ്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു പ്രത്യേക ആംബിയൻസ് ആണ്. ഭയങ്കര ലൈറ്റിങ്ങും ഇല്ല, ഭയങ്കര ഇരുട്ടുമല്ല. എന്നാൽ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ് ട്ടോ ഇതിന്റെ ഉള്ളിലുള്ളത്. ആ ഒരു റോയൽ ലുക്ക് എന്തായാലും ആ ഒരു കടയ്ക്കുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒട്ടും പോവാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഏകദേശം തിന്നൊക്കെ കഴിഞ്ഞു. കാരണം രാവിലെ ഇറങ്ങിയതല്ലേ, നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ബില്ല് കണ്ടപ്പോൾ ഇത്രയും കഴിച്ചതിന് ഏകദേശം ഒരു 600 ചില്ലാൻ രൂപ ആയുള്ളൂ. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച അത്രയും വന്നില്ല കേട്ടോ. അതിനുശേഷം നേരെ ഞങ്ങൾ പോകുന്നത് ഒബ്രോ മോളിലേക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ ശീമാട്ടി പോവാന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ശീമാട്ടി എറണാകുളത്ത് ആയതുകൊണ്ട് നമ്മൾ പിള്ളേരൊക്കെ നഴ്സറിയിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് പോകണമല്ലോ. ഇവിടെ ശീമാട്ടി പോവാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്നുവിന്റെ മോളുടെ ബർത്ത്ഡേ പിറ്റേ ദിവസമായിരുന്നു. അപ്പൊ അവൾക്കൊരു ഡ്രസ്സ് എടുക്കണം. അപ്പൊ ഇവിടെ നിന്നൊക്കെ ആകുമ്പോൾ നല്ല സ്റ്റൈലും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സൊക്കെ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പൊ ഒബ്രോ മോളിൽ നിന്ന് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ കയറിയപ്പോൾ തന്നെ നല്ല മഴവിൽ സെറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഉടുപ്പുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ തുമ്പിമോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുവാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വിലയിൽ നമുക്ക് കിട്ടൂല. അപ്പൊ നമ്മൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട്. അപ്പൊ തുമ്പിക്കും സുക്രൂനൊക്കെ അവിടെ നിന്ന് എടുക്കാന്ന് വിചാരിച്ചു. സ്റ്റുഡിയോയിൽ നമ്മൾ ഇച്ചിരി റേറ്റ് കുറവാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് പോകാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഉടുപ്പാണ് നമ്മൾ പീലിക്ക് എടുത്തത്. ഈ ഒരു ഉടുപ്പും പിന്നെ ഒരു ടോപ്പും കൂടി എടുത്തെന്ന് തോന്നുന്നു. അല്ല അത് രണ്ടും കൂടി എടുത്തത് ഇങ്ങനെ ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല പക്ക
ആ ഒരു ക്വാളിറ്റിയിലാണ് ട്ടോ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ളതും. ഇതൊക്കെ അടിപൊളിയാണ്, നമുക്ക് കണ്ട എടുക്കാനൊക്കെ തോന്നും. അതിനുശേഷം ഞങ്ങൾ മുകളിലേക്ക് കയറി. അവിടെ ഒരു ട്രെൻഡ്സ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറി. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ അവർ ഒരു ബാഗ് തന്നിരുന്നു എടുത്ത സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ വെറും പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയെന്ന് ഞങ്ങൾക്ക് മാത്രമല്ല അറിയുള്ളൂ. കാരണം നമ്മളൊന്നും എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ഈ ഒരു ബാഗാണ് തന്നത്. അതൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ പിന്നെ ഇങ്ങനെ വ്ളോഗ് ഒക്കെ ചെയ്യണോണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയറിയേ ഉള്ളൂ കേട്ടോ. അതെ. പക്ഷെ നല്ല അടിപൊളി ഉടുപ്പാണ്. പക്ഷെ ഇവിടെ ഒരു ബ്ലൂ ഉടുപ്പ്, ഈ ഒരു ബ്ലൂ ഉടുപ്പ് ചിന്നുവിന് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഓൾറെഡി നമ്മൾ ഉടുപ്പ് മേടിച്ചതുകൊണ്ട് പിന്നെ ആ ഒരു സെക്ഷനിലേക്കൊന്നും പോയില്ല. അങ്ങനെ എന്ത് ചെയ്തു, നമ്മള് സ്റ്റുഡിയോയിലേക്ക് പോകാനായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടുത്തെ സെറ്റിങ്സ് ഒക്കെ നല്ല അടിപൊളിയാണ്. പക്ഷെ ലുലുവിന്റെ അത്ര ഇല്ല കേട്ടോ. പിന്നെ ഈ ഒരു സാരിയുടെ ഷോപ്പ് അവിടേക്കൊന്നും നമ്മൾ കയറിയില്ല, അതൊന്നും നമ്മുടെ ഏരിയ അല്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് തിരികെ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോയിട്ടാ. സ്റ്റുഡിയോക്ക് പോയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഷോർട്സ് ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാകും. അപ്പൊ അത് ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്ത് ഇറങ്ങിയിട്ട് അപ്പൊ വന്ന ഒരു ഉഷാറൊന്നും ഞങ്ങൾക്ക് പോകുന്നില്ല കേട്ടോ. കാരണം അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അപ്പൊ എന്റെ മുഖമൊക്കെ കണ്ടാലറിയാം നല്ല തിരക്കാണ്. പിന്നെ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് കേട്ടോ. ലുലുവിന്റെ ഫ്രണ്ടിലുള്ള ഒരു എടപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനുശേഷം നമുക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 3 പേരുടെ മുഖം കണ്ടാൽ അറിയാം നല്ല ടയേർഡാണ്. പാറുവിന്റെ ഒക്കെ മുഖം കണ്ടില്ലേ, ഭയങ്കരമായിട്ട് അവശതയായിട്ടാണ്. അത്യാവശ്യം നമ്മൾ നടന്നിട്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ 3 ഫ്രഷ് ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രഷ് ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടാണ്. അത്യാവശ്യം നല്ല ഫ്രഷ് ജ്യൂസ് ആയിരുന്നു. അതിന് ശേഷം നമ്മൾ ബസ്സിൽ കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ബസ്സിൽ എന്ന് പറയുന്നത് നമ്മൾ ആ ഇടപ്പള്ളി മുതൽ നമ്മുടെ സ്റ്റോപ്പ് കൊടുങ്ങല്ലൂർ വരെ നമ്മൾ നിന്നുള്ളതാണ്. അത്രക്ക് തിരക്കായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്തായാലും കുഴപ്പമില്ല. അങ്ങനത്തെ പാറൂർ എത്തിയപ്പോൾ പാറു ഇറങ്ങിയിട്ട് പാറുവിന്റെ ഹസ്ബൻഡ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ പാറു ഇറങ്ങി. ഇറങ്ങിപ്പോയപ്പോ എനിക്കൊരു വിഷമായിട്ടോ. കാരണം ഇത്രയും നേരം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ അങ്ങനെ ഇറങ്ങിപ്പോയപ്പോ എനിക്കൊരു വിഷമായി. അപ്പൊ പിന്നെ ഞാനും ചിന്നു മാത്രമായി. ഞങ്ങൾ ആ നിപ്പ് നിന്നിട്ട് ഞങ്ങള് സ്റ്റോപ്പിൽ കീത്തോളിയിൽ എത്തിയപ്പോഴാണ് കേട്ടോ, എന്നാലും കീത്തോളിൽ എത്തിയപ്പോഴാണ് ഇറങ്ങിയത്. അവിടം വരെ നമ്മൾ നിന്നിട്ടോ. അപ്പൊ പാറു ടാറ്റയൊക്കെ പറഞ്ഞ് പോയി. അതിനുശേഷം കീത്തോളി സ്റ്റോപ്പ് എത്തി. നമ്മൾ രണ്ടുപേരും ഇറങ്ങുവാണ് കേട്ടോ. അതിനുശേഷം അവിടുത്തെ ഒരു ബേക്കറി കയറി നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പൊ വെള്ളമൊക്കെ കുടിച്ച് ചിന്നു ഓട്ടോറിക്ഷ പിടിച്ച് അവളുടെ വീട്ടിലോട്ടും പോയി. നമ്മള് പിള്ളേഴ്സിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടോ തിന്നാനൊക്കെ. അപ്പൊ ദേ എന്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാനും പോയിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണേ. ബൈ.